ഇടതുമുന്നണിയുടെ അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പിറവത്തെ നിയുക്ത സ്ഥാനാർത്ഥിയുടെ യോഗ്യതകളെപ്പറ്റി ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേർ അനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ചു. മിഷേൽ ഷാജിയുടെ അപ്രതീക്ഷിതമായ മരണവും അത് കൊലപാതകമാണെന്നുള്ള വിശ്വാസവും അത് ഒതുക്കുവാനായി നിയുക്ത സ്ഥാനാർത്ഥി വട്ടവും നീളവും നടന്നുവെന്നുള്ള യാഥാർത്ഥ്യവും മുമ്പേ തന്നെ അറിയാവുന്നവരാണ് പിറവക്കാർ. ചില കൂലിക്കാർ മാത്രമാണ് ആ വാർത്തയിൽ പൊക്കാലയിട്ടത്. ഇന്നലത്തെ വാർത്തയോടെ ഞങ്ങൾക്ക് മറ്റു കുറച്ച് വിവരങ്ങൾ കൂടി അറിയുവാൻ സാധിച്ചു. ഓർത്തഡോക്സ് സമുദായ അംഗമായ ഇയാൾ മുനിസിപ്പൽ ചെയർമാനായിരുന്ന കാലത്താണ് പിറവം പള്ളിയിൽ സഭാ തർക്കത്തിൽ യാക്കോബായ മെത്രാൻ അന്നത്തെ കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനിക്ക് കയറുവാനുള്ള വഴികൾ തുറന്നു കൊടുത്തത്. അതിലും ഭീകരമായി തോന്നിയ മറ്റൊരു കഥ, ഇദ്ദേഹം മുനിസിപ്പൽ ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന കാലത്ത് പല കെട്ടിടങ്ങളും പണി പൂർത്തിയാക്കി നമ്പർ ഇട്ട് കിട്ടുവാൻ പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ പല തടസ്സവാദങ്ങളും ഉന്നയിച്ച് വർഷങ്ങളോളം അനുവാദം കൊടുക്കാതെ നീട്ടി കൊണ്ടുപോകുമായിരുന്നു. മഹാത്മാഗാന്ധി നേരിട്ട് ശുപാർശ ചെയ്യുന്ന ഫയലുകളിൽ മാത്രമേ അസാധാരണമായ സ്പീഡ് കാണാറുണ്ടായിരുന്നുള്ളൂ. പിറവത്ത് വർഷങ്ങളോളം പഞ്ചായത്ത് പ്രസിഡന്റ് നിയമസഭയിൽ മത്സരിച്ചിട്ടുമുള്ള സി പൗലോസിന്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തിയേറ്റർ പുതുക്കി പണിതപ്പോൾ ലൈസൻസിന് വേണ്ടി പൗലോസിന്റെ മകൻ പഞ്ചായത്ത് ഓഫീസിന് ചുറ്റും ശയനപ്രദക്ഷിണം നടത്തിയെന്നാണ് കേട്ടുകേൾവി. എന്നിട്ടും എടുത്തു 1.5 കൊല്ലം. ഏതോ ഒരു ആധാരത്തിൽ ഒരു കിണർ കാണുന്നുണ്ടല്ലോ എന്നായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തിയേറ്റർ സമുച്ചയം ആരംഭിച്ച സ്ഥലത്തെപ്പറ്റി പഞ്ചായത്തിൽ നിന്നും ഉന്നയിച്ച ആക്ഷേപം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പറയുന്നതിനപ്പുറത്തേക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന മറുചോദ്യം കൊണ്ട് ചോദിച്ചവരുടെ ഉത്തരം മുട്ടിച്ചു. ഇദ്ദേഹത്തിന്റെ മറ്റ് ലീലാവിലാസങ്ങളെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അവിടുന്ന് കിട്ടുന്ന വിവരം. പിറവത്ത് നിന്ന് നേരെ പോകാൻ പറ്റുന്നത് ചാലക്കുടിക്കാണ്. 2021 കിട്ടിയ അടിയുടെ രുചി ഇപ്പോഴും വായിൽ നിന്ന് പോകാത്തത് കൊണ്ടാകാം പുതിയ ഒരെണ്ണത്തെ തപ്പി നടക്കുന്നത്. സ്വന്തം പാർട്ടിയിലുള്ളവരെ ഒന്നിനും കൊള്ളില്ലെന്ന വിചാരത്തോടെ കോൺഗ്രസിലെയും വട്ടോനെയും പൂളോനെയും തെരഞ്ഞുപിടിച്ചു കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിച്ചെടുക്കുക എന്നത് മാണി ഗ്രൂപ്പിന് ഒരു ഹരമായി മാറിയിരിക്കുക. ചാലക്കുടിയിലും ആലുവായിലും വലിയ നിലയിൽ ടയർ കച്ചവടക്കാരനായ ഒരു നന്മമരത്തെയാണത്രേ ഇവിടെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് സ്വന്തമായി ഒരു തലമുറയെ വാർത്തെടുക്കാൻ അറിയില്ലേ? ഏതായാലും തോൽക്കും, എന്നാൽ പിന്നെ സ്വന്തം പാർട്ടിയിലുള്ള ഒരാൾക്ക് തോൽക്കാനുള്ള അവസരമെങ്കിലും നൽകാൻ പാടില്ലേ? മറ്റുള്ളവരുടെ കയ്യിലുള്ള പണം കണ്ടിട്ടാണ് സീറ്റ് നൽകുന്നതെന്ന ആക്ഷേപം എന്തിനാണ് വെറുതെ മേടിച്ചു കൂട്ടുന്നത്? കോൺഗ്രസിന്റെ ബി ടീമായി മാറുവാനാണോ നിങ്ങളുടെ ഉദ്ദേശം? UDF ജയിക്കാൻ കടലാസ് പോലികളെ ചാക്കുകെട്ടുകൾ കൈപ്പറ്റി നിർത്തിക്കൊടുക്കുക. നല്ല രസതന്ത്രം. ഇങ്ങനെയാണെങ്കിൽ 3ഉം 4ഉം ഭരണം കിട്ടും, കാത്തിരുന്നു. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കോൺഗ്രസിൽ പോയി അങ്ങ് ലയിച്ചൂടെ? നിങ്ങൾക്കും കൂടി അവരോടൊപ്പം പോയി മരിക്കാം. പിന്നെ ആകെ ഒരു സമാധാനമുള്ളത് ചാലക്കുടിയിൽ കണ്ടെത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ടയർ കടയാണ്. അതേതായാലും ഒരു നല്ല കാര്യമാണ്. ഇതുപോലെയാണ് സംഗതികളുടെ പോക്കെങ്കിൽ മാണി ഗ്രൂപ്പിന്റെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും വീട്ടിലിരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൊടിയുടെ കാലൊടിച്ച് ഒരെണ്ണം കയ്യിൽ കരുതിയാൽ റോക്കി ഫായിയുടെ കടയിൽ നിന്ന് ഓരോ ടയർ എടുത്ത് ഉരുട്ടി കളിച്ചുകൊണ്ട് നടക്കാം.